കുഞ്ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുതിയൊരു തലത്തിലേക്ക് ലോക രാജ്യങ്ങളുടെ വെല്ലുവിളികൾ കടന്നിരിക്കുകയാണ്. നേരത്തെ വെല്ലുവിളി വാക്കിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ അതിപ്പോ ആണവ പോർമുനകൾ വരെ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, അങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നതും. പുടിൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ പരീക്ഷണം നടത്തിയിരുന്നു. അന്യായ സാധനം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഈ റഷ്യക്കൊക്കെ എന്തോരം കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ഓരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്റെ ബിജുചേട്ടാ, ആ വാർത്ത ഞാൻ ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആണവശേഷിയുള്ള സമുദ്രാനന്തര ഡ്രോണുകളാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്താ അറിയോ? ഇത് കടൽ സുനാമി ഉണ്ടാക്കും, കൃത്രിമ സുനാമി. കടലിൽ കൃത്രിമ സുനാമി ഉണ്ടാക്കും. ഇതാണ് ആ ഡ്രോണിന്റെ പ്രത്യേകത. നേരത്തെ അതിനു മുമ്പ് പരീക്ഷിച്ചത് ബ്യൂറസ്നെബിക് മിസൈൽ എന്ന് പറയുന്ന ഒരു മിസൈൽ ആയിരുന്നു. 14,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള, അതേസമയം 2 ദിവസം നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ സാധിക്കുന്ന മിസൈലാണ് ബ്യൂറസ്നെബിക് മിസൈൽ. ഇതിൽ ആണവ റിയാക്ടർ ഉണ്ട്. ഇത് എവിടെ ആയിരിക്കുമെന്ന് റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അടിക്കാനും ഏറ്റവും മുകളിലത്തെ നിലയിൽ, മേ ബി ഒരു ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി അടിക്കാനൊക്കെ പറ്റുന്ന ഒരു മിസൈൽ ആയിരിക്കും ഇത് എന്നാണ് പറയുന്നത്. ചൈന ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ട്രംപ് വരുന്നു എന്ന് കണ്ട്, നമ്മുടെ ദക്ഷിണ കൊറിയയിലേക്ക് വരുന്നു എന്ന് കണ്ട് കിം ജോങ് ഉൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആണവ ബോംബ് കൂടെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആണവ ബോംബ് കൂടെ അവിടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ട്രംപ് വരുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഇന്ത്യ ആണെങ്കിൽ ഒരുങ്ങുകയാണല്ലോ, നോട്ടാ മറ്റ് അത് ഇതൊക്കെ പ്രഖ്യാപിച്ച് ഒരുങ്ങുകയാണ്. ഇന്ത്യ നേരത്തെ തന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആണവ റോക്കറ്റുകൾ, മിസൈലുകൾ ഇന്ത്യ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ട്രംപിന് കിളി പോയിട്ട് ട്രംപ് പറയുന്നു, യവമാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് മാന്യനാണ്, കാരണം ഞാൻ മാത്രമാണ് ഇപ്പൊ ആണവ പരീക്ഷണം നടത്താതിരിക്കുന്നത്. ഇനി ഞാനായിട്ടെന്ന് ഞാൻ കുറയ്ക്കുന്നത്, അത് പരീക്ഷണം നടത്താതിരിക്കുന്നത്. ഞാനും പരീക്ഷണം നടത്താൻ പോവാണ്. ഓർത്തോളൂ, എന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളത്, നിങ്ങളുടെ കയ്യിലല്ല. നമ്മുടെ അമേരിക്കയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളത്. നമുക്ക് എവിടെയും ഏത് നിമിഷവും ഈ അനുഭവം വർഷിക്കാനുള്ള ഫുൾ കപ്പാസിറ്റി നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ട്രംപിന്റെ അതോറിറ്റീസിന്റെ അടുത്ത് ആണവ പരീക്ഷണം വലിയ രീതിയിൽ തുടങ്ങാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ആണവ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇതൊരു കുട്ടിക്കളിയാണോ ഈ ആണവ പരീക്ഷണം, ഈ ആണവ ബോംബ്, ഈ പരീക്ഷണം എന്നൊക്കെ പറയുന്നത്? അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പോലെ തന്നെ ഈ ടൊമഹോക്ക് മിസൈലുകൾ ട്രംപ് യുക്രൈന് കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. റഷ്യ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കും അമേരിക്കയ്ക്ക് നേരെ എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യ പറഞ്ഞതുപോലെ ചെയ്യും. ട്രംപ് ഇപ്പോഴും പറയുന്നത് ഇല്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല, യുക്രൈൻ കള്ളം പറയുകയാണെന്നാണ്. അപ്പൊ യുക്രൈൻ പറയുന്നത് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, മര്യാദയ്ക്ക് ഇരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അത് പ്രയോഗിക്കും എന്നാണ് പറയുന്നത്. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? ഇതിനകത്ത് ഇന്നലെ ശ്രീ ട്രംപ് അദ്ദേഹത്തിന്റെ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യം, ലോകത്തെ വിവിധ രാജ്യങ്ങൾ ആണവ പരീക്ഷണത്തിനായി ഒരുങ്ങുകയാണ്, അതിന്റെ വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ചില അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇന്ത്യയും ചൈനയും അടക്കം പുതിയ ആണവ ആയുധങ്ങളുടെ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ളൊരു വലിയ വാർത്ത. അതായത് ശീത യുദ്ധകാലത്തിന് ശേഷം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം വന്ന ശീതയുദ്ധകാലം, ആ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ രാജ്യങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നത്. വലിയ മത്സരം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ അണുബോംബിന്റെ ഒക്കെ എണ്ണം കൂടുന്നത്, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മറ്റു രാജ്യങ്ങൾ. അപ്പൊ ഈ അണുബോംബ് കൂടുതൽ വാങ്ങിക്കൂട്ടുക, അതിന് സമാനമായ രീതിയിലേക്ക് ലോകം മാറുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭൂഗർഭ പരീക്ഷണമാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഭൂഗർഭ പരീക്ഷണമാണല്ലോ സാധാരണ ഈ നോർമലി നടത്തുന്നത്. ഈ ആണവ ആയുധങ്ങളുടെ ഒരു പരീക്ഷണം നോർമലി നടത്തുന്ന ഭൂഗർഭമായിരിക്കും. ആണോന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങളുണ്ട്, ആണവായുധങ്ങൾ, അതിൽ കുറച്ചൊക്കെ പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം റഷ്യ, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞ കടലിനടിയിലുള്ള ഡ്രോണുകൾ, ഈ ആണവ ഡ്രോണുകൾ, ഒപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ഒരു കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച ഏറ്റവും ശക്തമായ ഒരു മിസൈൽ, ആണവ മിസൈല്. അപ്പം ഇത് 2 അവർ പരീക്ഷിച്ചപ്പോൾ കുറഞ്ഞത് ഒരു 5 ഇവിടെ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു കണക്കൂട്ടില്ല. ഇതിനിടയിൽ നിന്ന് വരുന്ന വലിയൊരു വാർത്ത, ഇപ്പോഴാണ് റഷ്യ എന്തുകൊണ്ടാണ് ഈ ആണവ മിസൈലുകളും മറ്റുമൊക്കെ പരീക്ഷിച്ചതെന്ന് ഇപ്പോഴാണ് അതിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. കാരണം ഉക്രൈന് ഓൾറെഡി ഈ പറയുന്ന അമേരിക്ക ടോമഹാക്ക് മിസൈലുകൾ നൽകി കഴിഞ്ഞു എന്നാണ് റഷ്യ പറയുന്നത്. കാരണം അതായത് റഷ്യയുടെ ഈ ഏറ്റവും വലിയ ഇംഗങ്ങളിലൊന്ന് ഈ ഊർജമാണ്, വാതകവും എണ്ണയും ഒക്കെ. അതിന്റെ പൈപ്പ് ലൈനുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് കഴിഞ്ഞ കുറെ നാളായിട്ട് ഉക്രൈൻ അടിക്കുന്ന അടി. അപ്പം അതിനെ ശക്തമായി തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1000 കിലോമീറ്റർ റേഞ്ച്, 1500 കിലോമീറ്റർ റേഞ്ച് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ടോമഹോക്ക് മിസൈലുകൾക്ക്. പക്ഷെ ഇതിൽ ആണവ പോർമുനകളും ഘടിപ്പിക്കാം എന്നൊരു ഡേഞ്ചർ സിറ്റുവേഷനും കൂടി ഇതിലുണ്ട്.
അപ്പം ഇത് അങ്ങോട്ടേക്ക് നീക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ റഷ്യ ഇപ്പോൾ ഈ ആണവ മിസൈലുകളും മറ്റും പരീക്ഷിക്കുന്നത്. ഇപ്പോഴാണ് അത് ക്ലിയർ ആയത്. ആദ്യം നമ്മൾ കേട്ടപ്പോൾ നമ്മൾ കരുതിയത് വെറുതെ റഷ്യ ഇതിങ്ങനെ പരീക്ഷിക്കുന്നതിനാണ്. പക്ഷെ സംഭവം സത്യമായിരുന്നു. അതായത് ആദ്യം ട്രംപ് പറഞ്ഞത് തങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നത് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉക്രൈൻ ഇത് നൽകിയതെന്നാണ് പറയുന്നത്. കാരണം ഉക്രൈൻ ഇപ്പം നാഴിക 40 തൊട്ട് അമേരിക്ക പൂഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുന്നുമുണ്ട്. തങ്ങളുടെ കയ്യിൽ അമേരിക്ക എല്ലാം തന്നിട്ടുണ്ട് എന്ന് ഉക്രൈൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുമുണ്ട്. ഇവിടെയാണ് ഒരു ഇന്റർനാഷണൽ നിയമമുണ്ട്. അതാണ് പുടിൻ എടുത്തിടുന്ന സാധനവും അതാണ്. അതായത് ഒരു രാജ്യത്തിന് ആയുധം വിറ്റ് കഴിഞ്ഞാൽ ആ കരാറിന്റെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അമേരിക്ക ഒരു മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ് തന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്ന രാജ്യത്തിന്റെ പെർമിഷൻ വാങ്ങണം. അതാണ് അതിന്റെ ഒരു റൂള്. അങ്ങനെ വരുമ്പോൾ ഉക്രൈൻ ഈ ടോമോഹോക്ക് മിസൈൽ കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അമേരിക്കയുടെ പെർമിഷൻ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായി തന്നെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റഷ്യ പറയുന്നൊരു കാര്യം, ഈ ടോമോഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കണമെങ്കിൽ അമേരിക്കൻ സൈനികർ തന്നെ വേണം. ഉക്രൈൻ അത് കഴിയില്ല. ഉക്രൈൻ സൈന്യത്തിന് അത് വിക്ഷേപിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പകരം ഇവർ വന്നെങ്കിൽ മാത്രമേ കഴിയൂ. ഇവർ പറയുന്നത് അമേരിക്ക ഇതിനു വേണ്ടിയിട്ട് അവരുടെ വിദഗ്ധരായ 20 സൈനികരെ ഉക്രൈനിൽ ഇറക്കിയിട്ടുണ്ട് എന്നാണ് റഷ്യ പറയുന്നത്. ഏതായാലും ഇന്നലെ ഇനി പുടിനുമായിട്ട് ഉടനെ ഒന്നും ചർച്ചയില്ല എന്ന് ട്രംപ് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഉടനെ ഒന്നും ഞങ്ങൾ തമ്മിൽ ചർച്ചയില്ല എന്ന്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇത് ആത്യന്തികമായി തന്നെ ഒരു യുദ്ധത്തിലേക്ക്, കാരണം ഈ പുടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി ഒരു പിന്നോക്കം, തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. കാരണം ഇനി ഒരു തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കുമായി റഷ്യയുടെ ഒരു തിരിച്ചുപോക്കായിരിക്കും. പിന്നെ ഒരു മടങ്ങിവരവുണ്ടാകില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ നിൽക്കുന്ന ആ നിൽപ്പിൽ കുറച്ചുകൂടി ശക്തമായി മുൻപോട്ട് പോവുകയും, നമ്മൾ മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളെ കൂടെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുകയും കൂടെ ചെയ്താൽ ലോകമാകെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമുക്കറിയാം, കോവിഡാനന്തരം സാമ്പത്തികമായി പിടിച്ചിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളൊന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ്. പല രാജ്യങ്ങളും തകർന്ന് താഴെ പോയി. പ്രത്യേകിച്ച് ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമ്പേ താഴെ പോയി. അവരൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും ഒരു വലിയ യുദ്ധം കൂടി വരുമ്പോൾ ഇപ്പൊ ഈ റഷ്യ ഒന്നും വേണ്ട, റഷ്യ ഏതെങ്കിലും ഒരു യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ ഓഹരി വിപണി അപ്പഴിടിയും, ആ സെക്കൻഡിൽ ഇടിഞ്ഞ് താഴെ പോകും. മുഴുവൻ ക്ലാഷ് ആകും. ഓയിലിന്റെ റേറ്റ് ആയാലും സ്വർണത്തിന്റെ റേറ്റ് ആയാലും ഇതിന്റെ എല്ലാം കടന്ന് കുളവായിക്കൊണ്ട് അപ്പോഴേ പോകും. നമുക്കിതിപ്പോ ഈ സാധാരണപ്പെട്ടവർക്ക് ഇപ്പം ഓഹരി ഒന്നും ഇല്ലെങ്കിലും ഈ ഓഹരിയുടെ കയറ്റിയിറക്കങ്ങൾ വാർത്തകളായി വരുന്നത് കൊണ്ട് എല്ലാവർക്കും സുപരിചിതമാണ്. അത് ഒരൊറ്റ മിസൈല് പോയാൽ മതി. ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു മിസൈൽ പോയി കഴിഞ്ഞാൽ, റഷ്യയുടെ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഓഹരി വിപണി അവിടെ അപ്പോഴേ ഇടിയുകയാണ്. പിന്നെ ആദ്യം പോകുന്നത് ഈ ആയുധ വിപണിയിൽ ആയിരിക്കും. ഒരു ചെറിയ കയറ്റവും കിട്ടാം, തകർച്ചയിലും പോകാം. രണ്ട് കാര്യങ്ങൾ ആ വിപണിയെ സംബന്ധിച്ചുണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലും അതൊരു വലിയ വിഷയത്തിലേക്ക് കലാശിക്കും. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് പുടിൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എല്ലാവരും കൂടെ ചാടി ഇറങ്ങും. വരൂ നമുക്ക് ഒന്നിച്ച് നിൽക്കാം, യുദ്ധം തീർക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യ ചാടി ഇറങ്ങും, ഷീ ജിൻപിങ് ചാടി ഇറങ്ങും, എല്ലാവരും ഇറങ്ങും. എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് പറയും നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർക്കാം. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ചത്ത് കിടക്കുന്ന ആ സംഘടനയ്ക്ക് ഒരു ചെറിയ ഊർജ്ജം ലഭിക്കാൻ പോകുന്ന ആ സമയത്തായിരിക്കും. കാരണം അത് വേണമല്ലോ, ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പൊ എല്ലാവരും കൂടെ പറയും നമുക്ക് ഇവന്മാരെ രണ്ടും കൂടെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തീരാനേ സാധ്യതയുള്ളൂ ഈ വിഷയം. അല്ലാതെ ഈ എണ്ണ ഉപരോധം വെച്ചതുകൊണ്ടോ, കാരണം ഉപരോധം റഷ്യക്കെതിരെ എത്ര നാളായിട്ടും ഉണ്ട് ഉപരോധം. ഇപ്പോഴീ 2 ഓയിൽ കമ്പനിക്കെതിരെ പുതിയതായിട്ടുള്ള ഉപരോധം അല്ലല്ലോ, ഉപരോധം വന്നതാണല്ലോ അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. പല കാരണങ്ങളുണ്ടായിരുന്നു, അതിനകത്ത് ഒന്നിട്ടാണ്. അപ്പൊ അവർക്ക് അതൊരു കുത്തരിയല്ല. ഇവിടെ സംഭവിക്കുന്ന ഇതായിരിക്കും. അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ട്രംപിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ രാജ്യത്ത് തന്നെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഇന്നലെക്കാളും വലിയ റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി, വലിയ ഭീകരവാദ പ്രവർത്തനം നടക്കാൻ പോകുന്നവർ അവരെ പിടിച്ചു അകത്തിട്ടു എന്നൊക്കെയാണ് വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു വിഷയം, അതിൽ നിന്നുമൊക്കെ പുള്ളിക്കും ശ്രദ്ധ തിരിക്കണമെങ്കിലും പിന്നെ തങ്ങളൊരു വലിയ പവറാണ് എന്ന് ലോകത്തിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷണമാണ്. അമേരിക്ക എന്തായാലും ഈ പരീക്ഷണത്തിൽ നടത്തുകയാണെങ്കിൽ നമ്മുടെ കിങ് ജോൺ ഉന്നുണ്ട്, പുള്ളി ഒരു സാമ്പിൾ വെടിക്കെട്ട് ഒരാഴ്ച മുമ്പ് നടത്തിയതേ ഉള്ളൂ, 2-3 മിസൈൽ വിട്ടിട്ട്. അപ്പൊ ഇനി അടുത്തത് അദ്ദേഹം വിടാൻ സാധ്യതയുണ്ട്. ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഇതിലേക്ക് പോകാൻ സാധ്യത. പാകിസ്ഥാനും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണ്ട് പൊട്ടിക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ കരുതുന്നത് ഈ ശാന്തത എന്ന് പറയുന്നത് പെർമനന്റ് പീസ് അല്ല, ഇതൊരു ശാന്തതയേ അല്ല. ഇതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ്.